പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ഓൺ മോഡേൺ അറബിക് പ്രോസിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ സി ആണ്. അജബ അൻ സിത്തത്തി മിൻ അസ്ലത്തിൽ ആതിയ ഫി ഫഖറാത്തിൻ യഹ്മിലു കുല്ലു വാഹിദി മിൻഹാ ഖംസത്തു അലാമാത്ത്. താഴെ തന്ന ചോദ്യങ്ങൾക്ക് ഒരു പാരഗ്രാഫിൽ 6 എണ്ണത്തിന് ഉത്തരം നൽകുക. എല്ലാത്തിനും 5 മാർക്ക് വീതം. 26ാമത്തെ ചോദ്യം, മുസാഹമാത്ത് മുഹമ്മദ് തൈമൂർ ഫിൽ അദബിൽ അറബി. അറബി സാഹിത്യത്തിൽ മുഹമ്മദ് തൈമൂറിൻ്റെ സംഭാവനകൾ. ഇപ്പോൾ നമുക്ക് ആൻസർ പറയാം. യുഅദ്ദു മിൻ അഹമ്മി റുവാദിൽ ഖിസ്സത്തിൽ ഖസീറ വ മുഅസ്സിസിൽ അദബിൽ ഖസസി വൽ മസ്റഹി ഫിൽ മിസ്ർ. അപ്പോൾ മുഹമ്മദ് തൈമൂറിനെ ചെറുകഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൈനിയർമാരിൽ ഒരാളായും ഈജിപ്തിലെ ആഖ്യാന നാടക സാഹിത്യത്തിൻ്റെ സ്ഥാപകനായും അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു. യുഅദ്ദു മിൻ അഹമ്മി റുവാദിൽ ഖിസ്സത്തിൽ ഖസീറ മുഅസ്സിസി അദബിൽ ഖസസി വൽ മസ്റഹി ഫിൽ മിസ്ർ. അടുത്തായി പറയാം. കസ്റുൽ ജുമൂദ് ലോവി വ റിയാത്തി വസ്തിഖ്ദാം ലഹജത്തിൽ ആമിയത്തിൽ മിസ്രിയത്തി അൽ ബസീതത്തി ഫിൽ കിതാബത്തിൽ അദബിയത്തി ബദല മിൻ ഫുസ്ഹ ഹസ്റൻ. ക്ലാസിക്കൽ അറബി മാത്രം ഉപയോഗിക്കുന്നതിന് പകരം സാഹിത്യ രചനയിൽ ലളിതമായ ഈജിപ്ഷ്യൻ സംഭാഷണ അറബി ഭാഷ ഉപയോഗിക്കുന്നതിന് അദ്ദേഹം തുടക്കമിട്ടു. യുലഖബു അബുൽ മസ്റഹിൽ അറബി കൗനിഹി അവ്വല മൻ അദ്ഖല ഫൻ തംസീൽ മസ്റഹി ഇല ആലിമിൽ അറബി. ക്ലാസിക്കൽ അറബി മാത്രം ഉപയോഗിക്കുന്നതിന് പകരം അറള അവല മസ്റഹിയത്തിൻ അറബിയത്തിൻ മുഅറബത്തിൻ ബിതസ്രീഫിൻ വഹിയൽ ബഖീൽ ലി മോളിയോർ ഫി മൻസിലത്തി ബൈറൂത്ത് സനത്ത 1848. 1917 كتب أول قصة مصرية حقيقة خالية من الترجمة أو الاقتباس بعنوان في القطار سنة 1917. 1917 ഫിൽ ഖിത്താർ എന്ന പേരിൽ വിവർത്തനവും അനുകരണവും ഇല്ലാത്ത ആദ്യത്തെ യഥാർത്ഥ ഈജിപ്ഷ്യൻ കഥ അദ്ദേഹം എഴുതി. ഇനി 27ാമത്തെ ചോദ്യം, മാഡൂൻ നഖാഷ് ഇസ്ഹാമാത്തുഹുൽ അദബിൽ അറബി. മാഡൂൻ നഖാഷും അദ്ദേഹത്തിൻ്റെ അറബി സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളും. ആൻസർ, മാഡൂൻ നഖാഷ് ഇസ്ഹാമാത്തുൽ അദബിൽ അറബി. യുലഖബു അബുൽ മസ്റഹി العربي لكونه أول من أدخل في التمثيل المسرحي إلى العالم العربي. عرض أول مسرحية عربية معربة بتصرفه وهي البخيل لموليور في منزلة بيروت سنة 1848. أسس مسرحا خاصا به بفرمان سلطاني وقدم مسرحيات أخرى مثل أبو الحسن المغفل in 1815 والحصود الصليد in 1853. അറബ് ലോകത്തിന് നാടക പ്രകൃത കല ആദ്യമായി പരിചയപ്പെടുത്തുന്നതിന് അറബി നാടകത്തിൻ്റെ പിതാവെന്ന് അദ്ദേഹത്തിന് വിളിപ്പേരുണ്ട്. 1948 ബെയ്റൂട്ടിൽ തൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹം മോളിയറിൻ്റെ ദി മിസ്ർ എന്ന അറബി അനുരൂപീകരണ നാടകം അവതരിപ്പിച്ചു. രാജകീയത്തിലൂടെ അദ്ദേഹം സ്വന്തമായൊരു നാടകം സ്ഥാപിക്കുകയും അബൂ അൽ ഹസൻ അൽ മുഗഫൽ എന്ന കൃതി 1850. 1853 അൽ ഹസൂദ് സലീത്ത് എന്ന നാടകം രൂപീകരിക്കുകയും ചെയ്തു. ഇൻ ഖദർത അൻ തസ്ബിഹ വ തുംസി ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലി അഹദിൻ ഫഅൽ യാ ബനിയ ഇന്ന ദാലിക മിൻ സുന്നത്തി. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഉദ്ദേശമില്ലാതെ നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കാനും അവസാനിപ്പിക്കാനും കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഉമൻ അഹ്യാ സുന്നത്തി ഫഖദ് അഹബ്ബനി ഉമൻ അഹബ്ബനി കാന മഅഇ ഫിൽ ജന്ന ഇസ്റഹ് മഅ ദിക്രി സിയാം. ആരെങ്കിലും എൻ്റെ ചര്യയെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു, ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നോടുകൂടെ സ്വർഗത്തിലായിരിക്കും. ഇസ്റഹ് മഅ ദിക്രി സിയാം. സന്ദർഭം വ്യക്തമാക്കുന്നതോടെ ഹദീസ് വിശദീകരിക്കുക.
السياق വിശദീകരണം എന്താണ്? ورد هذا الحديث في مقالة أنس بن مالك الأنصاري الكاتب عبد الرحمن رأفت باشا ضمن توجيهات النبي صلى الله عليه وسلم نصائحه الغالية لخادمه أنس بن مالك رضي الله عنه. സന്ദർഭം ഈ ഹദീസ് അബ്ദുൽ റഹ്മാൻ റഅഫത്ത് ബാഷയുടെ അനസ് ബിൻ മാലിക് അൽ അൻസാരി എന്ന ലേഖനത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൻ്റെ ദാസനായ അനസ് ബിൻ മാലിക്കിനുള്ള മാർഗനിർദ്ദേശത്തിലും വിലപ്പെട്ട ഉപദേശത്തിലും കാണാം. ശറഹ് യഹസ്സു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം على نقاء السريرة وسلامة الصدر وخلو القلب من الحقد والحسد والغش تجاه الآخرين، وأكدا أن اتباع سنته والالتزام بأخلاقه العالية وطاعته والطريق المؤدي إلى مراقبته في الجنة. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അനുയായികളെ അവരുടെ ഉദ്ദേശങ്ങൾ ശുദ്ധീകരിക്കാനും ആരോഗ്യകരമായ ഹൃദയം നിലനിർത്താനും മറ്റുള്ളവരോടുള്ള ദ്രോഹം, അസൂയ, വഞ്ചന എന്നിവയിൽ നിന്ന് അവരുടെ ഹൃദയങ്ങളെ മുക്തമാക്കാനും പ്രേരിപ്പിക്കുന്നു. തൻ്റെ സുന്നത്ത് പിന്തുടരുക, അവിടുത്തെ മാന്യമായ സ്വഭാവം പാലിക്കുക, അവിടുത്തെ അനുസരിക്കുക എന്നിവയാണ് സ്വർഗത്തിൽ അവിടുത്തോടൊപ്പം ആയിരിക്കാനുള്ള വഴിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊന്നിപ്പറയുന്നു. 29ാമത്തെ ചോദ്യം, മാഹിൻ അസ്ബാബു റഈസുൽ ഇഅ്തിറാദാത്ത് അല്ലതി വാജഹത്ഹ റിവായത്തു ഔലാദ ഹറത്തിന وكيف أثرت هذه الأحداث على نجيب محفوظ شخصيا ومهنيا. നജീബ് മഹ്ഫൂദിൻ്റെ ഔലാദു ഹാറത്തിന എന്ന നോവൽ നേരിട്ട എതിർപ്പുകളുടെയും പ്രധാന കാരണങ്ങളും ഈ സംഭവങ്ങൾ അതിൻ്റെ രചയിതാവിനെ എങ്ങനെ ബാധിച്ചു എന്നതും. ആൻസർ, ഔലാദു ഹാറത്തിന നജീബ് മഹ്ഫൂദ് വകൈഫ് അൽ അസ്ബാബ് കാരണങ്ങൾ. അസാറത്ത് റിവായത്തു ലജ്ജത്തൻ കുബറ വാജിഹാത്തിൻ അത്ലാദത്തിൻ അനീഫത്തിൻ മിനൽ ഹൈആത്ത് ദീനിയത്തി ബിസബബി തനാവുലിഹാ ലിദാത്തിൽ ഇലാഹിയത്തി വൽ അംബിയായി ബിറുമൂസി വഖവാലിബി ഫിക്രിയത്തിൻ അഅ്തബറുഹ വസീഅത്തൻ ലിൽ മുഅഖിദാത്തിൽ ദീനിയ. കാരണങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തെയും പ്രവാചകരെയും മതവിശ്വാസങ്ങളെയും വിരുദ്ധമായി കണക്കാക്കിയ ചിഹ്നങ്ങളും ഭൗതിക ചട്ടക്കൂടങ്ങളും ഉപയോഗിച്ച് ചിത്രീകരിച്ചതിനാൽ നോവൽ വലിയ കോലാഹലത്തിന് കാരണമായി. മതമേലാധികാരിൽ നിന്ന് കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. അടുത്ത തഅ്സീറു അലൽ കാത്തിബ്, എഴുത്തുകാരിൽ നിന്നുള്ള എതിർപ്പുകൾ. അദ്ദത്ത ഹാദിഹിൽ ഹമലാത്തു ഇലാ തഅറദ് നജീബ് മഹ്ഫൂദ് ലിമുഹാമലത്തി അഗ്തിയാലിൻ ആമ 1995 على يدي شابين طعناه في عنقه بتهمة الكفر بما أدى إلى تضرر أعصاب رقيبته بشدته ومنع نشر رواية كاملة لعدة سنوات. എഴുത്തുകാരിൽ നിന്നുണ്ടായ ആഘാതം എന്തൊക്കെയാണ്? ഈ പ്രചാരങ്ങൾ 1995 നജീബ് മഹ്ഫൂദിനെതിരെ 2 യുവാക്കൾ വധശ്രമത്തിലേക്ക് നയിച്ചു. അവർ ദൈവനിന്ദ ആരോപിച്ച് അദ്ദേഹത്തെ കഴുത്തിൽ കുത്തി. ഇത് അദ്ദേഹത്തെ സെൻസർഷിപ്പിനെ സാരമായി ബാധിക്കുകയും വർഷങ്ങളോളം പൂർണ്ണമായി നോവലിൻ്റെ പ്രസിദ്ധീകരണം തടയുകയും ചെയ്തു. 30ാമത്തെ ചോദ്യം, ഒക്ടോബർ ഫഖറത്തൻ ആൻ ഷഖ്സിയത്തി ഷാബില്ലതി അബദൽ കുംബല. ബോംബ് നിർവഹിക്കമായ യുവാവ് എന്ന യുവാവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരു ഖണ്ഡിക എഴുതുക. ആൻസർ, ഹുവ ഷാബ് മിസ്രി സൂരി ഫി ഖിസ്സത്തി ഹന്നാമീന أدى خدمة العلم سابقا وكان حزينا لعدم استعدادته للمشاركة بحرب تشرين 1973. يتميز بشجاعة فائقة وإيثار شديد، فعندما رأوا قنبلة موقوتة سقطت في الباحة وأثارت هلع الناس، خاض مغامرة بطولية وزحف نحوها بمنتهى الهدوء متجاهلا تحذيرات الضابط والموت المحقق حتى جلس فوقها وأشعل سجارات لإنقاذ أرواح الأبرياء. സൈനിക സേവനം പൂർത്തിയാക്കിയ ഒരു ഈജിപ്ഷ്യൻ അല്ലെങ്കിൽ ഒരു സിറിയൻ യുവാവാണ് അദ്ദേഹം. 1973 ഒക്ടോബർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വിളിക്കാത്തതിൽ അദ്ദേഹം ദുഃഖിതനായിരുന്നു.
അസാധാരണ ധൈര്യവും നിസ്വാർത്ഥയും അദ്ദേഹത്തിൻ്റെ സവിശേഷതയാണ്. മുറ്റത്തൊരു ടൈം ബോംബ് വീണു പരിഭ്രാന്തിപ്പെടുത്തുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഒരു വീരകൃത്യം ചെയ്തു. അതിലേക്ക് ശാന്തമായി ഇഴഞ്ഞു നീങ്ങി. ഓഫീസറുടെ മുന്നറിയിപ്പുകളും ആസന്നമായ അപകടവും അവഗണിച്ചു. നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാൻ അതിനു മുകളിൽ ഇരുന്ന് ഒരു സിഗരറ്റ് കത്തിച്ചു. 31-ാമത്തെ ചോദ്യം, ഖസായിസ് മസ്റഹി തൗഫീഖ് അൽ ഹക്കീം. തൗഫീഖ് അൽ ഹക്കീമിന്റെ നാടകത്തിന്റെ പ്രത്യേകതകൾ. ആൻസർ: الجمع بين الطائع الرمزي الدلالي والطابع الواقعي، التنوع في الشكل المسرحي، الدراما الحديثة، اللوكوميديا والمسرح الذهني، الدقة، التكثيف الشديد وعمق التصوير النفسي والشعوري، كتابة غالبة مسرحياته لتقرأ في الذهن لا للتمثل على خشبة المسرح مباشرة، المسرح الذهني. പ്രതീകാത്മകവും യാഥാർത്ഥ്യബോധവുമുള്ള ഘടകങ്ങൾ സംയോജിപ്പിക്കുന്നു. നാടകരൂപത്തിലെ വൈവിധ്യം, അതായത് ആധുനിക നാടകം, കോമഡി, ഭൗതിക നാടകം. കൃത്യത, തീവ്രമായ സംക്ഷിപ്തത, ആഴത്തിലുള്ള മാനസികവും വൈകാരികവുമായ ചിത്രീകരണം. 32-ാമത്തെ ചോദ്യം, ഹന്നാമീന ഹയാത്തുഹു അദബുഹു ഉക്തുബു ഫിത്ര. ഹന്നാമീന അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സാഹിത്യവും ഒരു ഖണ്ഡിക എഴുതുക. ആദ്യം ഹയാത്തുഹു, അദ്ദേഹത്തിൻ്റെ ജീവിതം. റവാഇ സൂരി ഉലിദ ഫി ലാദിഖിയ ആമ 1924 ആനി ഫിഖറൻ മുദഖിഅൻ വഅമല ഫി മിഹ്നി ശത്ത ഹല്ലാഖ് حمال بحار مما منح تجاربه عمقا واقعيا. توفي عام 2018. 1924 ലദാഖിയയിൽ ജനിച്ച ഒരു സിറിയ നോവലിസ്റ്റ്. അദ്ദേഹം കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുകയും വിവിധ തൊഴിലുകളിൽ ജോലി ചെയ്യുകയും ചെയ്തു. അതായത് ബാർബർ, പോർട്ടർ, നാവികൻ. ഇത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾക്കൊരു യാഥാർത്ഥ്യബോധം നൽകി. 2018 അദ്ദേഹം മരിച്ചു. അടുത്ത അദബുഹു യുഅദ്ദു മിൻ അബ്റസി റുവാദിൽ വാഖഇയ്യത്തി ഫി റിവായത്തിൽ അറബിയ ഉരിഫ ബി റുവാഇൽ ബഹർ ലി തക്രീസിഹി അഅമാലിഹി ലിസറാഇൽ ഇൻസാനി മഅൽ ബഹരി മുആനാത്തി തബഖാത്തിൽ ഫഖീറത്തി വൽ ഖാദിഹ. من أبرز رواياته المصابيح الزرق والصراع والعاصفة. അദ്ദേഹത്തിൻ്റെ സാഹിത്യം അറബി നോവലിലെ റിയലിസത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ പൈനിയർമാരിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. മനുഷ്യനും കടലും തമ്മിലുള്ള പോരാട്ടത്തിനും ദാരിദ്ര്യത്തിൻ്റെയും തൊഴിലാളി വർഗത്തിൻ്റെയും കഷ്ടപ്പാടുകൾക്ക് വേണ്ടി തൻ്റെ കൃതികൾ സമർപ്പിച്ചതിന് അദ്ദേഹത്തിന് കടലിൻ്റെ നോവലിസ്റ്റ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലുകൾ മസാബിഹ് സറഖ്, അശ്ശറാഅ വൽ ആസിഫ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രമുഖ എഴുത്തിൽ എണ്ണപ്പെടുന്നു. 33-ാമത്തെ ചോദ്യം, ഉക്തുബ് ഫഖറത്തൻ അൻ ശഖ്സിയത്തി അനസ് ബിൻ മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അനസ് ബിൻ മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരു ഖണ്ഡിക എഴുതുക. ആൻസർ: ഹുവ ഖാദിമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം فقدمته أمه أم سليم لخدمة النبي صلى الله عليه وسلم في سن العاشرة، فعاش في كنفه 10 سنوات كاملة نهل فيها من علمه وهديه، عرف بحبه الشديد للنبي وحرصه على سنته، وعاش عميدا للصحابة حتى تجاوز 100 عام، ناثر الأحاديث النبوية مرجعا للمسلمين حتى توفي بصريا ودفن معه عصاه. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻസാരി റളിയല്ലാഹു അൻഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസനായിരുന്നു. അവിടത്തേക്ക് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു 10 വയസ്സുള്ളപ്പോൾ പ്രവാചകനെ സേവിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചു. 10 വർഷം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷണയിൽ ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവും മാർഗനിർദ്ദേശവും സംശീകരിച്ചു. പ്രവാചകനോടുള്ള അഗാധമായ സ്നേഹത്തിനും സുന്നത്തിനെ പിന്തുടരുന്നതിനും വളരെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രശസ്തനായിരുന്നു. 100-ലധികം വർഷങ്ങൾ ജീവിച്ചിരുന്ന അവിടുന്ന് സ്വഹാബികൾക്കിടയിൽ ഒരു പ്രമുഖ വ്യക്തിത്വമായിരുന്നു.
പ്രവാചക പാരമ്പര്യങ്ങൾ പ്രചരിപ്പിക്കുകയും മരണം വരെ മുസ്ലിമീങ്ങൾക്ക് ഒരു റെഫറൻസായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വടിയോടൊപ്പം എന്ത് ചെയ്തു? മാലിക് റളിയല്ലാഹു അൻഹുവിനെ അടക്കം ചെയ്തു. 34-ാമത്തെ ചോദ്യം. حصل نجم محفوظ على جوائز عديدة خلال مسيرته الأدبية. തൻ്റെ സാഹിത്യ ജീവിതത്തിൽ നജം മഹ്ഫൂദ് ലഭിച്ച അവാർഡുകൾ. പുതുക്കോട് ഹംസത്ത് ബിനാദിൽ നിന്ന് 5 പറയുക. ആൻസർ: ജായിസത്ത് നോബലിൽ ആദാം 1988, ജായിസത്ത് ഖൂത്തുൽ ഖുലൂബിൽ അദ്ദംറാദിഷിയ 1943, ജായിസത്ത് വസാറത്തുൽ മആരിഫ് ലി റിവായത്തിഹി ഗഫാഹത്ത് ത്വയ്ബ 1944, ജായിസത്ത് മജ്മുഅൽ ലുഗത്തുൽ അറബിയ്യ ലി റിവായത്തിഹി ഖാൻ ഖലീൽ 1946, ജായിസത്ത് ദൗലത്തുൽ തഖരീറിയ്യ ഫിൽ ആദാബ് 1968, إضافة إلى قلادة النيل العظمى وجائزة كفافيس إجابات الأسئلة الإجابة الأسئلة صفح المنهج الصورة الثانية للمؤلف. ഇപ്പോൾ സാഹിത്യത്തിലുള്ള നോബൽ സമ്മാനമാണ് ആദ്യത്തെ 1988. പിന്നെ ഖൂത്തുൽ ഖുലൂബ് അദ്ദമർദഷിയ അവാർഡ് 1943. പിന്നെ കിഫാ ത്വയ്ബ 1944 എന്ന നോവലിന് വിദ്യാഭ്യാസ മന്ത്രാലയ അവാർഡ്. പിന്നെ ഖാൻ അൽ ഖലീൽ 1946 നോവലിനുള്ള അറബി ഭാഷ അക്കാദമി അവാർഡ്. അടുത്ത സാഹിത്യത്തിനുള്ള സംസ്ഥാന അഭിനന്ദന അവാർഡ് 1968 ഗ്രാൻഡ് സ്കോളർ ഓഫ് ദി നൈൽ, ഖവാഫി അവാർഡ് എന്നിവയ്ക്ക് പുറമെ